എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി പൂജ ടാരറ്റ് അബണ്ടൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾക്ക് അടിസ്ഥാന കാരണം എന്താണ് എന്നാണ്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ള അടിസ്ഥാന കാരണം എന്താണ് എന്ന് നമുക്ക് ടാരോനോട് ചോദിക്കാം. ഇവിടെ നമ്മൾ 3 കാർഡുകളാണ് എടുത്തിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞു തരുമ്പോൾ, രണ്ടാമത്തെ കാർഡ് ആ പ്രശ്നങ്ങൾക്കുള്ള അടിസ്ഥാന കാരണവും, മൂന്നാമത്തെ കാർഡ് ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്കാണ് എത്തുന്നത് എന്നും പറഞ്ഞു തരും. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ടൈംലെസ് ജെൻറൽലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. റീഡിങ്ങിലേക്ക്. പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു ഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിലാവാം, അല്ലെങ്കിൽ പ്രണയത്തിലോ സൗഹൃദത്തിലോ ആവാം. ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാതെ ആകെ കുഴങ്ങി നിൽക്കുകയാണ് നിങ്ങൾ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം തിരഞ്ഞെടുത്താൽ അത് വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം കൺഫ്യൂഷനിലാണ്. ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിൽ ഭാവിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനങ്ങളൊന്നും എടുക്കാതെ മിണ്ടാതെ ഇരിക്കുകയാണ് എന്നാണ് കാണുന്നത്. ശരിയായ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടിൻ്റെ അടിസ്ഥാന കാരണം. നിങ്ങൾ നിങ്ങളുടെ കണ്ണിൻ്റെ കെട്ടഴിക്കൂ. നിങ്ങൾക്കുള്ള പരിഹാരം നിങ്ങൾ കണ്ണ് തുറന്നു നോക്കിയാൽ നിങ്ങളുടെ ചുറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഇനിയിപ്പോൾ ശരിയായ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ, നിങ്ങളെടുത്ത തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ജീവിതത്തിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെന്നാണ് കാണുന്നത്. അതിപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലോ കരിയറിലോ ആണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഒരു മേഖലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളെങ്കിൽ സ്വയം മെച്ചപ്പെടുത്താനും തൊഴിൽ പഠിച്ചെടുക്കാനുമൊക്കെ നിങ്ങൾ നന്നായി അധ്വാനിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ബന്ധങ്ങളിലാണെങ്കിൽ തെറ്റായ ഒരു ബന്ധമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ നന്നായി പ്രയത്നിക്കേണ്ടി വരും. എന്നിരുന്നാലും വളരെ സന്തോഷകരമായൊരു കാര്യം എന്തെന്നാൽ പ്രയത്നിക്കാനും അധ്വാനിക്കാനുമുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട്. തോറ്റുകൊടുക്കാൻ നിങ്ങൾ ഒരുക്കമല്ല. സ്വയം മെച്ചപ്പെടുത്തി നിങ്ങൾ തെറ്റുകൾ തിരുത്തി അറിയാത്ത കാര്യങ്ങളൊക്കെ പഠിച്ച് സാഹചര്യത്തെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ പ്രിയരെ, പ്രധാനപ്പെട്ട ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ശരിയായ തീരുമാനം എടുക്കാൻ കഴിയാതെ ഇരിക്കുകയാണ് നിങ്ങളെങ്കിലും എത്തപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ശക്തി യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഒരു കഴിവ് നന്നായി പ്രയോജനപ്പെടുത്തൂ. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ. നന്ദി.